മിസ്റ്റർ സീതാവൂത് വലിയൊരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹം മീഡിയ വണ്ണിൽ നടത്തിയ ചർച്ചയിൽ ഷുഗർ ഒഴിവാക്കുന്ന സ്വഭാവം യുവാക്കളിൽ വർദ്ധിക്കുന്നു എന്ന വിഷയത്തിലാണ് ചർച്ച നടത്തിയത്. അദ്ദേഹം പറയുന്നു, കോഴിക്കോടുള്ള പോർട്ടർമാരെല്ലാം പൊറാട്ടയാണ് കഴിക്കുന്നത്, നമ്മുടെ കേരളം തന്നെ ഉണ്ടായത് കപ്പ കഴിച്ചാണ് എന്നൊക്കെ. ഇതിൽ രണ്ടിനും ഒറ്റ മറുപടിയാണുള്ളത്. ഇവ രണ്ടും അധ്വാനിക്കുന്ന വർഗത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ഭൂരിഭാഗം ആളുകളും ശാരീരികാധ്വാനം വളരെ കുറവുള്ള ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇവരോട് കൊടുക്കേണ്ട ഒരു ഉപദേശമേ അല്ല ഇത്. എന്നിരുന്നാലും ഇരിക്കട്ടെ, ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള പോലെ കഴിക്കാം എന്നുകൂടെ സീതാവൂത് പറഞ്ഞു വെക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ വിഷയത്തിലും അറിവുണ്ട് എന്നുള്ള ഭാവമൊന്നും ഉള്ള ആളല്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പഠിക്കാത്ത ചില വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് തീരെ അവഗാഹമില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം മനുഷ്യൻ ജനിതകപരമായിട്ട് പലതരത്തിലുള്ള സ്വഭാവ ഗണങ്ങളും ഫിസിക്കലി ശാരീരികമായിട്ട് പലതരത്തിലുള്ള സ്വഭാവങ്ങളുമുള്ള മനുഷ്യരാണ്. അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ രുചിഭേദങ്ങൾ വ്യത്യസ്തമാണ്. ഓരോ ഭക്ഷണം കഴിച്ചാലും ശരീരത്തിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ വ്യത്യസ്തമാണ്. എന്തിന് എല്ലാവർക്കും എടുക്കുന്ന ഇഞ്ചക്ഷൻ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ടെസ്റ്റ് ഡോസായിട്ട് ആദ്യം കുറച്ചു നൽകും. എന്നിട്ട് അലർജി വല്ലതും ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമാണ് ആ ഇഞ്ചക്ഷൻ പൂർണ്ണമായിട്ട് നൽകുന്നത്. എന്താണ് കാരണം? വ്യക്തമായി മനുഷ്യരുടെ ബയോളജിയും കാര്യങ്ങളും മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ സീതാവൂതിനെ പോലെയുള്ള മനുഷ്യർ ഈ അനാരോഗ്യ സമൂഹത്തിലേക്ക് വിളമ്പി വിടരുത് എന്നതാണ് അഭ്യർത്ഥന. അധ്വാനമുള്ള മനുഷ്യർക്ക് കാർബ് എത്ര വേണമെങ്കിലും കഴിക്കാം, അവരുടെ അധ്വാനത്തിനനുസരിച്ച്. പക്ഷേ മനുഷ്യന്റെ പേശീബലത്തിന്റെ സംരക്ഷണങ്ങൾക്കും വേണ്ടത് പ്രോട്ടീനാണ്. സഹപാനലിസ്റ്റ് ഇത് പറയുമ്പോഴും ഒരുതരം അറിയാത്ത പുച്ഛം പോലും മിസ്റ്റർ സീതാവൂതിൽ നിന്ന് വന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും മീഡിയ വണ്ണിലുള്ള ആളുകൾ തന്നെ അദ്ദേഹത്തെ തിരുത്തിയിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. എങ്കിലും തെറ്റിദ്ധരിക്കുന്ന പൊതുസമൂഹത്തോട് ഒരു അപേക്ഷയുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് വിവരമുള്ള ആളുകളിൽ നിന്ന് മാത്രം ഉപദേശം സ്വീകരിക്കുക. രസകരമായി എവിടെയെങ്കിലും കേൾക്കുന്ന തള്ളുകൾ കേട്ടുകൊണ്ട് മാത്രം നിങ്ങളുടെ ഭക്ഷണശീലം നിയന്ത്രിച്ചാൽ അത് വിനയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക.